ഞങ്ങളെ പോലെ ഉള്ളതുകൊണ്ടാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. എന്തോ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ മരിച്ചെടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? പെങ്ങളെ പേടിച്ചിട്ടാണോ? അല്ല, നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ പറ്റില്ല. ആരോടും വിടാതിരിക്കാണ്. ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദക്കാർ പറഞ്ഞു. പ്രേക്ഷകർ കണ്ട ദൃശ്യം കണ്ണൂർ ചന്ദനക്കാംപാറയിലെ കാനറ ബാങ്ക് ബ്രാഞ്ചിൽ നടന്ന ഒരു ദൃശ്യമാണ്. കാനറ ബാങ്ക് മാനേജറാണ് ആ പാവപ്പെട്ട കർഷകന്റെ നേരെ, അയാളുടെ കുടുംബത്തിന് നേരെ ചീറിക്കടിക്കാൻ നിൽക്കുന്നത്. അയാൾ ഒരു ലോൺ ചോദിക്കാൻ വന്നതാണ്. പക്ഷെ ലോൺ ചോദിക്കാനുള്ള ആ ഒരു സമയത്താണ് ഈ രീതിയിൽ എടാ വാടാ പോടാ വിളികളുമായി വലിയ രീതിയിൽ അയാൾ ആക്രോശിക്കുന്നത്. നീ മിണ്ടാതിരിക്കുക എന്നാണ് പറയുന്നത്. ആ മനുഷ്യന്റെ നിക്ഷേപമുള്ള ഒരു ബാങ്കിൽ നിന്ന് ആ ബാങ്കിന്റെ മാനേജർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം മര്യാദയോടുകൂടിയാണ് സംസാരിക്കേണ്ടതെന്ന് നമുക്കെല്ലാം അറിയാം. എല്ലാ ബാങ്കിലുള്ള മാനേജർമാരും ഇങ്ങനെയൊന്നുമല്ല. ഒരുപാട് നല്ല ബാങ്ക് മാനേജർമാരുണ്ട്. വരുന്ന സാധാരണക്കാരെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച് അവരെ പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് മാനേജർമാരുള്ള നാട് തന്നെയാണ് നമ്മുടെ കേരളം. പക്ഷെ അതിനിടയിൽ ഇതുപോലെയുള്ള ചില, ഇവരെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല, ഇതുപോലെയുള്ള ചിലരാണ് ഈ ഒരു സീറ്റിന്റെ മാന്യതയെ പോലും കളങ്കപ്പെടുത്തുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം. വളരെയേറെ കഷ്ടപ്പെട്ട് തന്റെ സ്വന്തം സമ്പാദ്യം താൻ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ബാങ്കിൽ ചെല്ലുമ്പോഴാണ് ഒരു സാധാരണക്കാരനായ കർഷകന് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. കർഷകരല്ലേ, അവരോട് എന്തുമാകാം എന്നുള്ള ഒരു നിലപാടാണോ എന്ന ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റുകളായി പലരും പ്രതിഷേധ സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരക്കാരെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്നവർ തന്നെ, എനിക്ക് തോന്നുന്നു അയാൾ ഒരു സാധാരണക്കാരനാണ്, ഈ കർഷകൻ ഒരു സാധാരണക്കാരനാണ്. ഒരുപക്ഷെ അയാൾ തുടർന്നുള്ള പരാതികൾക്ക് പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ അയാളെ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം ചിലപ്പോൾ പരാതികളുമായി മുന്നോട്ട് പോയി എന്നിരിക്കും. പക്ഷേ ഇത് കാണുന്ന ഈ സീറ്റിലിരിക്കുന്ന മറ്റ് ബാങ്ക് മാനേജർമാർ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്രമാത്രം ധാർഷ്ട്യത്തോടെ ഒരു ബാങ്കിൽ വരുന്ന ഒരു സാധാരണക്കാരനെ, ചിലപ്പോ ഒരു കർഷകനാണെന്ന് പറയുമ്പോൾ അയാൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, ഒരു കർഷകനെ ഒരു പുല്ല് പോലെ ഒരു വിലയും നൽകാതെ ഈ രീതിയിൽ പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാടിന് തന്നെ അപമാനമാണ്. ഈ ബാങ്കിന് തന്നെ, അതായത് കാനറ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അതിന്റെ പണിയെടുക്കും, ക്ലോസ് ചെയ്തു. ക്ലോസ് തരും അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ലേ? ഇയാൾ വന്നിട്ട് കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്ത് മര്യാദ കൂടിയാ പെരുമാറുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ തന്നെ കപ്പയില് എടോ, ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഇവിടുന്നു തന്റെ താമസത്തിന് തന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്താണ്. ഇവിടെയല്ല പറഞ്ഞേ, ഇവിടെ ജനങ്ങളോട് താൻ ഇവിടെ ഇങ്ങനെ എന്നെ തരണം, എന്നെ തരണം. പിടിച്ചു കൊണ്ടോട്. ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള ബാങ്ക് ജനങ്ങൾക്കുള്ള ഞങ്ങളെപ്പോലുള്ളവരുള്ള ഇയാൾ ഈ പോയിക്കൊള്ളോ. അക്ഷരമുണ്ട് മേലിഞ്ഞി കൊണ്ടോ. എന്താണ് യോഗ്യത? പോയിക്കൊള്ളണോ? എന്റെ യോഗ്യത കൊണ്ടുപോയിക്കോ. കാര്യം നടക്കണമെങ്കിൽ എനിക്കും വിദ്യാഭ്യാസം പിടിച്ചു കൊണ്ടുപോയിക്കോ. മേല് നീ കയറ്. മേളിൽ കയറുന്നു. എടോ, എങ്കിലും എന്നെ ഇവിടെ ഇത്ര നാൾ എന്നെ കയറ്റി വരണോ? എത്ര വട്ടം കയറ്റി ഞാൻ വിളിക്കാതെ അങ്ങനെയൊന്നല്ല. ഇനി പഠിപ്പിക്കണ്ട. നമുക്ക് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങളൊരു നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി മിനിയാൻ തന്നെ ആക്ഷേപിച്ചു വിടാം. തനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. പോയിക്കൊള്ളോ. ലോൺ തരികയല്ല, കൃഷിക്ക് ഇയാളെ ആശയപ്പെട്ടു. ഇവിടെ കുറെ പേരുണ്ട് എന്റെ നാട്ടുകാരാണ്. നിങ്ങളെ കാര്യം നടക്കണ ഇവരെ കൊണ്ടുപോയിക്കോ. മേലെ ഇവൻ കയറാൻ പാടില്ല. ഇങ്ങോട്ട് പുഷ്പയും
ബാങ്കിൽ കയറാൻ പാടില്ല. ബാങ്കിൽ കയറുന്നു പറയുന്നത് പറയണ്ട നിർത്ത്, അയാൾക്ക് മനസ്സിലായി. ഇവൻ ബാങ്കിൽ കയറാന്ന് പറയാ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് മനസ്സിലായി. ഇനി മനസ്സിലായി. മനസ്സിലാവാ